എല്ലാവർക്കും നമസ്കാരം. കുട്ടികൾക്കൊരു ചങ്ങാതിയിലേക്ക് സ്വാഗതം. ഇന്ന് 2 ദിവസം താമസിച്ചു പോയില്ലേ കഥ പറയാൻ. ഇന്ന് മുത്തശ്ശി പറയാൻ പോകുന്ന കഥ അനുഭവം ഗുരുവാണ്. നിങ്ങൾ ഈ കഥ കേട്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ആദ്യമായിട്ട് കേൾക്കുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കണം ഈ കഥ കേട്ടോ. അമ്മമാർ ഈ കഥകൾ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പം നമുക്ക് കഥയിലോട്ട് കിടക്കാം. ഒരു കരിയില പക്ഷിയും 3-4 കുഞ്ഞുങ്ങളും ഒരു മാവിൻ്റെ ചില്ലയിൽ കൂട് കെട്ടി താമസിക്കുകയായിരുന്നു. കരിയില പക്ഷി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? കരിയില അറിയാമല്ലോ. കരിയിലയുടെ നിറമാണ് ആ പക്ഷിക്ക്. അതുകൊണ്ട് കരിയില പക്ഷി എന്നാണ് വിളിച്ചിരുന്നത്. കരിയില പക്ഷിയുടെ കുഞ്ഞുങ്ങൾ അമ്മക്കിളിയോട് ചോദിച്ചു, അമ്മേ, ഞങ്ങൾക്കെന്താ ഈ നിറം വന്നിരിക്കുന്നത്? അപ്പോൾ അമ്മക്കിളി പറഞ്ഞു, എല്ലാ നിറങ്ങൾക്കും ഓരോരോ ഉദ്ദേശങ്ങളുണ്ട്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അമ്മയും കുഞ്ഞുങ്ങളും കൂടെ മുറ്റത്ത് ചിക്കി ചെയ്യാൻ നടക്കുകയായിരുന്നു. അമ്മ പറഞ്ഞു, കുഞ്ഞുങ്ങളെ, കരിയിലയുടെ അടിയിൽ നല്ല പുഴുക്കൾ കാണും, ചിതൽ കാണും, പ്രാണികൾ കാണും. അതെല്ലാം കരിയില ചിക്കി ചിക്കി നോക്കി കഴിച്ചോണം, വയറ് നിറച്ച് കഴിച്ചോണം. പക്ഷേ വേറൊരു കാര്യം, എന്തെങ്കിലും ശബ്ദം കേട്ടാൽ നോക്കണം. അതല്ലെങ്കിൽ ചുറ്റുപാടും ഇടയ്ക്കൊന്ന് നോക്കിക്കൊണ്ടേ ഭക്ഷണം കഴിക്കാവുള്ളൂ. കാരണം ശത്രുക്കൾ നമ്മളെ ആക്രമിക്കാൻ വരും. നമ്മൾ അവരിൽ നിന്ന് രക്ഷ നേടാൻ എന്ത് ചെയ്യണം? കരിയിലയുടെ അടിയിലോട്ട് നുഴന്ന് കയറി ഇരുന്നോണം. അപ്പോൾ അവ നമ്മളെ കാണത്തില്ല. കരിയിലയുടെ നിറവും നമ്മളുടെ നിറവും ഒന്നല്ലേ? അതുകൊണ്ട് അങ്ങനെ ചിക്കിച്ചകഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് പ്രാപ്പിടിയൻ പക്ഷി അതുവഴി പറന്നു വന്നു. അവ ദൂരേന്ന് വളരെ ദൂരേന്ന് നിന്ന് നോക്കുമ്പോഴേ അവർക്ക് കാണാം കരിയിലയുടെ അവിടായിട്ട് ഈ കിളികൾ നിൽക്കുന്നത്. വേഗം അത് താഴോട്ട് പറന്നു വരും. പക്ഷേ കരിയിലയുടെ ഇടയിലോട്ട് ഈ പക്ഷികൾ അങ്ങ് ഒളിച്ചിരുന്നു. അമ്മക്കിളിയും കരിയിലയുടെ ഇടയിലോട്ട് ഈ പക്ഷി കുഞ്ഞുങ്ങൾ ഒളിച്ചിരുന്നുകൊണ്ട് പ്രാപ്പിടിയൻ അവിടെയൊക്കെ വന്ന് നോക്കിയിട്ട് കരിയിലയുടെ ഇടയിലിരിക്കുന്ന ആ പക്ഷികളെ കാണാൻ പറ്റിയില്ല. അവൻ നിരാശനായിട്ട് പറന്നുപോയി. കുറച്ച് കഴിഞ്ഞപ്പോഴും ഒരു സുന്ദരി തത്തയും 3-4 കുഞ്ഞുങ്ങളും കൂടെ അവിടെ നിൽക്കുന്ന ഒരു പയറുവള്ളിയിൽ, നിറച്ച് പയറുമായിട്ട് നിൽക്കുന്ന ഒരു പയറുവള്ളിയുണ്ട്. ഇലകളും കായ്കളുമായിട്ട് നിൽക്കുക. ആ പയറുവള്ളിയിൽ വന്നിരുന്നു. പയറ് തിന്നാനായിട്ട് പറന്നങ്ങോട്ട് വന്നിരുന്നു. ഈ കരിയില പക്ഷിയും കുഞ്ഞുങ്ങളെയും കണ്ടിട്ട് ആ സുന്ദരി തത്ത ഒരു കളിയാക്കി ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, കരിയില പക്ഷി, ഞാൻ വിചാരിച്ചു നിന്നെ കണ്ടപ്പോൾ കരിയിലയായിരിക്കുമെന്ന് എന്ന് പറഞ്ഞൊരു കളിയാക്കി ചിരി. കരിയില പക്ഷി പറഞ്ഞു, നീ അങ്ങനെ ചിരിക്കുമൊന്നും വേണ്ട. ഞങ്ങൾക്ക് ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനാണ് ഈ നിറം തന്നിരിക്കുന്നത്. നിനക്കും പച്ച നിറം തന്നിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ദൈവം ചിലപ്പോൾ നിനക്കും ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയാണ് ഈ നിറം തന്നിരിക്കുന്നത്. അത് നിനക്കറിയാൻ മേലാഞ്ഞിട്ടാണ് എന്ന് തിരിച്ച് കരിയില പക്ഷി മറുപടി പറഞ്ഞു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അമ്മയും ആ തത്തമ്മ കുഞ്ഞുങ്ങളും അമ്മയും കൂടെ ആ പയറുവള്ളികൾ ഇങ്ങനെ കൊത്തി തിന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് ആ പ്രാപ്പിടിയൻ പക്ഷി ഈ കുഞ്ഞുങ്ങളെ കൊത്തി റാഞ്ചി കൊണ്ടുപോകാനായിട്ട് പറന്ന് താഴോട്ട് വന്നു. വേഗം ആ കിളികൾ എന്ത് ചെയ്തു? ഇലയുടെ അടിയിലോട്ട് കയറിയതുകൊണ്ട് ആ പ്രാപ്പിടിയൻ പക്ഷിക്ക് ഈ കുഞ്ഞുങ്ങളെ കാണാൻ പറ്റിയില്ല. അവൻ അവിടെയൊക്കെ നോക്കി വെച്ച് വേഗം പറന്നുപോയി. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അവനെ ആക്രമിച്ചെങ്കിലോ എന്ന് വെച്ചായിരിക്കും. അവൻ ചുറ്റുപാടും നോക്കി അവനങ്ങ് പറന്നുപോയി. ആ തത്തമ്മയ്ക്ക് മനസ്സിലായി ആ കരിയില പക്ഷി പറഞ്ഞത് വളരെ ശരിയാണ് എന്ന്. അവൻ കരിയില പക്ഷിയോട് പറഞ്ഞു, തത്തമ്മക്കിളി പറഞ്ഞു, കരിയില പക്ഷി, ഞാൻ പറഞ്ഞത് ക്ഷമിക്കണം കേട്ടോ. അനുഭവം ഗുരുവാണെന്ന് പറയുന്നത് ഇപ്പോഴെനിക്ക് മനസ്സിലായി. കാരണം നീ പറഞ്ഞെങ്കിലും എനിക്കതത്ര വിശ്വാസമായില്ല. പക്ഷേ ഇപ്പോഴിതാ എന്നെ ആ പക്ഷി റാഞ്ചാൻ വന്നു, എൻ്റെ കുഞ്ഞുങ്ങളെ റാഞ്ചിക്കൊണ്ടുപോയതിന്. അപ്പോഴെനിക്ക് മനസ്സിലായി നീ പറഞ്ഞത് വളരെ ശരിയാണെന്ന്. ക്ഷമിക്കണം കേട്ടോ. അനുഭവം ഗുരുവാണെന്നുള്ളത് വളരെ ശരിയാണ്. അതാണ് നീ എനിക്ക് കാണിച്ചു തന്നത്. അതുകൊണ്ട് ഇനിയും ഞാനങ്ങനെ കളിയാക്കത്തില്ല, നമുക്ക് കൂട്ടുകാരാകാം എന്ന് പറഞ്ഞ് ആ കരിയില പക്ഷിയും തത്തമ്മയും കൂട്ടുകാരായി. ശരിയാണ്, ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനാണ് ദൈവം നമുക്ക് ഓരോ നിറവും ഓരോ രൂപവും ശക്തിയും ഒക്കെ തരുന്നതെന്ന് മനസ്സിലായല്ലോ. എല്ലാവർക്കും ഇതൊരു പാഠമായിരിക്കട്ടെ കുഞ്ഞുങ്ങളെ.
നമുക്ക് അറിവുള്ളവർ പറഞ്ഞു തരുമ്പം നമ്മളതിനെ പരിഹസിക്കാതെ അവരനുഭവം കൊണ്ട് പറഞ്ഞു തരുന്നതായിരിക്കും എന്ന് മനസ്സിലാക്കി നമ്മൾ അതനുസരിച്ച് പോവുകയാണെങ്കിൽ നമുക്ക് അപകടം ഒന്നും ഉണ്ടാവത്തില്ല. ചുട്ടുപൊള്ളുന്ന തീക്കട്ടയിലോട്ടോ അടുപ്പിലോട്ടോ തൊടാൻ പോകുമ്പം അമ്മ നമ്മളോട് പറയും, മോനെ അതിൽ തൊടല്ലേ, അല്ലെ മോളെ അതിൽ തൊടല്ലേ. എന്നിട്ട് നമ്മൾ പറഞ്ഞാൽ കേൾക്കാതെ അത് തൊട്ടാലത്തെ അനുഭവമോ നമ്മുടെ കൈ പൊള്ളും. അനുഭവമുണ്ട് അമ്മയ്ക്ക്. അമ്മയുടെ കൈ പണ്ട് പൊള്ളിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ പാത്രങ്ങൾ വാങ്ങുമ്പോൾ അതിലെ ചൂട് തട്ടിയിട്ടുണ്ടാകാം. അതുകൊണ്ട് അമ്മ അത് പറഞ്ഞു തരുന്നതെന്ന് മനസ്സിലാക്കണം. ഈ കഥകളൊക്കെ നമുക്ക് ഓരോ ഗുണപാഠങ്ങളാണ്. ആ കരിയിലപ്പക്ഷി പറഞ്ഞത് കേൾക്കാതെ ആ തത്തമ്മ പ്രവർത്തിച്ചിരുന്നെങ്കിൽ അതിന് അപകടമുണ്ടായേനെ. ഭാഗ്യം കൊണ്ട് അത് രക്ഷപ്പെട്ടതല്ലേ. അപ്പോൾ ആരെയും പരിഹസിക്കാൻ പാടില്ല. അറിവുള്ളവർ പറഞ്ഞു തരുന്നത് നമ്മൾ മനസ്സിലാക്കണം. ഈ കഥകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് എനിക്ക് വേണ്ടത്. ഇനിയും ഒരു കഥയുമായി ഉടനെ വരുന്നതാണ് മുത്തശ്ശി. ബൈ.